ഒരാൾ കൂടി ഒരാളെ കണ്ടുകിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് മരിച്ച നിലയിലാണ് എന്നാണ് അല്പസമയം മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും IC ബാലകൃഷ്ണൻ MLA നമ്മോട് പറഞ്ഞത്. പക്ഷേ ആ ഭൗതികദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടില്ല. അല്പസമയത്തിനകം അവിടെ നിന്നും രക്ഷാപ്രവർത്തകർ വീണ്ടെടുത്ത മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 18 പേരാണ് ഈ അപകടത്തിലാകപ്പെട്ടിരുന്നത്. അതിൽ 9 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഒപ്പം 6 പേര് ആണ് ഇനിയും കാണാൻ ഉള്ളത്. 2 പേരുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 പേരുള്ളതിൽ ഒരാളെ കൂടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരാൾ ലഭിച്ച ആളെ ഇവിടേക്ക് എത്തിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുകയാണ്. എല്ലാ ഏജൻസികളും ഇവിടെ സന്നിഹിതരാണ്. പോലീസും ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള ഒരു വലിയ നിര ആളുകൾ ഇവിടെ ഉണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ മലയൊന്നടങ്കം മാറ്റി അവിടുത്തെ മണ്ണ് മറുവശത്തേക്ക് മാറ്റി, അതായത് ഈ JCB ഉപയോഗിച്ച് എടുക്കുന്ന മണ്ണ് ടിപ്പർ ലോറികളിലാക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. MLA IC ബാലകൃഷ്ണന്റെ വാക്കുകളിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളിൽ നിന്നും അതാണ് വ്യക്തമാവുന്നത്. 18 പേരാണ് മൊത്തം അപകടത്തിലുണ്ടായത്. അതിൽ 9 പേർ ആശുപത്രിയിലാണ്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഒരാളുടെ മരണവും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഇവിടെ എത്തി കണക്ക് കിട്ടിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മരണം 3 ആകും. അങ്ങനെ മരണം 3 ആയി കഴിഞ്ഞാൽ ബാക്കി 6 പേരെ കാണാനില്ല എന്നൊരു സ്ഥിതിയിലേക്ക് മാറും എന്നാണ് നിലവിലത്തെ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ഫയർഫോഴ്സ്, ആംബുലൻസ്, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ അവിടെ നടക്കുന്നുണ്ട്. കാലാവസ്ഥ കുറച്ച് ദുഷ്കരമാണെന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ്, മേപ്പാടി സ്കൂളിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉണ്ട്. അതിലൊരു താൽക്കാലിക പാലം നിർമ്മിക്കുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് നീങ്ങും. ഒരു പക്ഷേ മേപ്പാടിയിലെ ക്യാമ്പ് വരെ സജ്ജമാക്കാനുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികൾ, അതായത് കുട്ടികൾ സ്കൂളിലും രക്ഷിതാക്കൾ അവരുടെ വീടുകളിലുമാണ്. അപ്പോൾ ഒന്നുകിൽ ഒരു താൽക്കാലിക പാലം വെച്ച് അവരെ ബന്ധിപ്പിക്കണം, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനൊരു സാഹചര്യത്തിലേക്ക് നീങ്ങണം. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ടും കൂടി പറയാനുള്ളത്. എന്തായാലും ഒരു 3 മരണത്തിലേക്ക് നീങ്ങുകയാണോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. 2 മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കളക്ടറിൻ്റെ വാക്കുകൾ പ്രകാരം, MLA IC ബാലകൃഷ്ണൻ്റെ വാക്കുകൾ പ്രകാരം മനസ്സിലാക്കുന്നത് 2 മരണങ്ങളാണ്. പക്ഷേ അത് ഒരു മരണവും കൂടി ഉണ്ടാവാനുള്ള സാധ്യത ആണ് നിലവിൽ നിൽക്കുന്നത്. എന്തായാലും കരാറുകാരെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതായത് മണ്ണ് മാറ്റണമെന്ന് ജൂൺ 20 മുമ്പ് തന്നെ പറയുമ്പോൾ കരാറുകാർ പറഞ്ഞത് ഈ മണ്ണ് മാറ്റാനുള്ള സ്ഥലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അവരുടെ വാദം, അതാണ് അവരുടെ ന്യായം, അതാണ് അവർ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത്. കളക്ടർ 3 തവണ നോട്ടീസ് നൽകിയതായിട്ടും അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അതായത് 3 തവണയോളം നോട്ടീസ് നൽകിയിരുന്നു എന്നതും കൂടി അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഈ നടപടിയിലേക്ക് നീങ്ങിയതും ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഒരു പക്ഷേ 2 ദിവസമായിട്ട് അവിടെ ജോലി നടക്കുന്നില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയൊരു ദുരന്തം ഉണ്ടായേനെ എന്നതും കൂടി വ്യക്തമാക്കണം. പക്ഷേ 3 തവണ നോട്ടീസ് അവഗണിക്കുന്നൊരു സാഹചര്യം, മണ്ണ് മാറ്റാൻ മറ്റൊരു സ്ഥലമില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് നമുക്കറിയാം ആ മേഖല വളരെ സെൻസിറ്റീവായിട്ടൊരു മേഖലയാണ്. അങ്ങനെയുള്ളൊരു മേഖലയിലാണ് ഈ തീക്കളി കളിച്ചത് എന്നതും കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഉണ്ടായിരുന്നത് 18 പേരാണ്. അതിലെ കണക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഏകദേശം 2 മരണങ്ങൾ സംഭവിക്കുന്നത്. 9 പേർ ആശുപത്രിയിലാണ്. അവരുടെ അവസ്ഥ സ്റ്റേബിളാണ് എന്നതും കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് 7 പേർ കാണാതെ ആകുന്നു, മിസ്സിംഗ് ആണ് 7 പേർ. അവരെ കണ്ടുപിടിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായിട്ട് നിൽക്കുകയാണ്. നമുക്കൊന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് പോകണം. മുഖ്യമന്ത്രി പറഞ്ഞതും ഈ ജൂൺ 20 തന്നെ കരാർ കമ്പനിയോട് പറഞ്ഞിരുന്നു ഇത് മാറ്റാനെന്നാണ്. മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് പോകാം. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്. വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിൻ്റെ ഘടന വളരെ വ്യത്യാസമാണ്. ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമെല്ലാം നടന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഫോഴ്സുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. മഴയുടെയും ഈ മണ്ണിൻ്റെ ഘടന, ഒരു ചെളി കലർന്ന മണ്ണാണ് ഇതുള്ളത്. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി. 8 എസ്കലേറ്റർ അവിടെ ഉണ്ട്, നേരത്തെ തന്നെ അവിടെ ഉണ്ട്.
അതുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്യുപ്മെൻസിൻ്റെ അഭാവമൊന്നും ഉണ്ടാവില്ല, ഫോഴ്സിൻ്റെ അഭാവമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അപകടമുണ്ടായ മീനാക്ഷി പാലം കേരളത്തെ നടുക്കിയ ചൂരൽമല ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അന്ന് പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി വെള്ളം കുത്തിയൊലിച്ച പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ളതാണ് മീനാക്ഷി പാലം. ചൂരൽമലയിലേക്കുള്ള മേപ്പാടി ചൂരൽമല റോഡാണ് ഈ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫിക്കൽ സംവിധാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മേപ്പാടി ചൂരൽമല റോഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിലെ ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട ഏറെ പ്രാധാന്യമുള്ള റോഡാണ്. വിനോദസഞ്ചാരികൾ ഒരുപാട് ആശ്രയിക്കുന്ന, വയനാട്ടിലേക്ക് എത്തുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഈ പ്രദേശങ്ങളിലേക്ക് എത്താൻ സഹായകരമായ റോഡാണ്. ഇവിടെയാണ് മീനാക്ഷി ബ്രിഡ്ജ്. ഇവിടെ ഈ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള മീനാക്ഷി ബ്രിഡ്ജിലാണ് ഈ അപകടത്തിന്റെ കേന്ദ്രം. ഇവിടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ മല പോലെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ മണ്ണ് പൂർണ്ണമായി വീണ് ഈ മീനാക്ഷി ബ്രിഡ്ജ് പൂർണ്ണമായും ഏതാണ്ട് മൂടപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോഴും ഈ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി വെള്ളം ഉണ്ടായത് ഈ പുന്നപ്പുഴയിലൂടെ കുതിച്ചു വന്ന വെള്ളമാണ്. മിക്കവാറും ഈ പുന്നൽപ്പുഴ മഴ ശക്തമാകുമ്പോൾ വളരെ കൃത്യമായ ഒഴുക്കുള്ള ജലം നന്നായി ഉയരുന്ന ഒരു പുഴ കൂടിയാണ് ഇതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മേപ്പാടി ടൗണിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്ററാണ് ഈ പ്രദേശത്തേക്കുള്ള ഒരു ദൂരം. മീനാക്ഷി പാലത്തിന് സമീപം ഈ കല്ലാടി ചൂരൽമല റോഡിലൂടെയാണ് സംസ്ഥാനപാത 59 ഇവിടേക്ക് പോകേണ്ടതൊക്കെ ഈ പ്രദേശത്തൂടെയാണ്. ഇവിടെയാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 മാസമായി നടന്നു വരികയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇവിടെ ഗതാഗത സംവിധാനത്തിലടക്കം ചില നിയന്ത്രണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. മഴ ശക്തമായപ്പോൾ സർക്കാർ സംവിധാനം യോഗം ചേരുകയും മന്ത്രി അടക്കം ഈ പ്രദേശത്ത് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി എന്നാണ് ഇപ്പോൾ മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കിയത്. ഏതായാലും ഇവിടെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ചില ലയങ്ങൾ ഇതിന് സമീപത്തായി ഉണ്ട്. ഈ ബ്രിഡ്ജിന് സമീപത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ലയങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട്. ഈ ലയത്തിലേക്കും മണ്ണ് വീണു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ പ്രദേശത്ത് തന്നെ മീനാക്ഷി ബ്രിഡ്ജിനോട് ചേർന്ന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പും മണ്ണിലടിയിലായ സാഹചര്യമുണ്ട്. അങ്ങനെ ഈ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും ഈ മണ്ണ് ഒലിച്ചു വന്ന്, മണ്ണ് മാത്രമല്ല നേരത്തെ പറഞ്ഞ കോൺക്രീറ്റ് പാളികൾ ഉണ്ടായിരുന്നു, പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒലിച്ചു വന്ന് ഈ പ്രദേശം ഏതാണ്ട് മൂടപ്പെട്ടു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏറെ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലമായാൽ വളരെ തോതിൽ ജലം ഉയരുന്ന ഒരു പ്രദേശമാണ് ഇത്. വയനാട്ടിൻ്റെ പല മേഖലകളിലേക്കും ഈ പുഴയുടെ കൈവഴികൾ ഒഴുകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ മീനാക്ഷി ബ്രിഡ്ജ് വളരെ പ്രാധാന്യമുള്ള, വളരെ പ്രാചീനമായ, വളരെ പഴക്കമുള്ള ബ്രിഡ്ജാണ്. ഇവിടെ ചില അറ്റകുറ്റപ്പണികളും മറ്റും സമീപകാലത്ത് നടന്നിരുന്നു. ഇത് മാത്രമല്ല ഇവിടുത്തെ റോഡിൻ്റെ വൈഡനിങ് അടക്കമുള്ള പ്രവർത്തികൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും മറ്റും ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ NDRF സംഘം ഇവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ മണ്ണ് മാറ്റി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും വയനാട്ടിലേക്കുള്ള ഒരു പ്രധാന പാതയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണ് ബ്ലോക്കായിരിക്കുന്നത്. പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ദുരന്തം, അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് മോചിതമാകാത്ത ഒരു ജില്ല കൂടിയാണ് വയനാട്. അവിടെയാണ് വീണ്ടും ഇത്തരം ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.